ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെമ്മീനും മാങ്ങയും വെച്ചിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. നമുക്ക് ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെ സിമ്പിൾ അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ കറിയാണ്. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. എന്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇനിയിപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു 150 ഗ്രാമോളം ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തലയൊക്കെ കളഞ്ഞെടുക്കുവാണ്. ഇനിയിപ്പോൾ തല കളയണമെന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഏതായാലും ഇവിടെ തല മാത്രം കളഞ്ഞെടുക്കുവാണ് കേട്ടോ. അപ്പോൾ അതേ ഇവിടെ എല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് പച്ച മാങ്ങയാണ്. അപ്പോൾ ഇവിടെ ഞാൻ അത്യാവശ്യം വലിയ മാങ്ങ ആയതുകൊണ്ട് ഒരെണ്ണേ എടുക്കുന്നുള്ളൂ. ചെറുതാണെങ്കിൽ നമുക്ക് 2 എണ്ണമൊക്കെ എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെത്തിയെടുത്തിട്ട് നമുക്കൊന്ന് പൂളി എടുക്കണം. പൂളി എടുക്കുന്ന സമയത്ത് നമ്മൾ മാങ്ങ ചെരിച്ച് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ മീൻകറിയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് മാങ്ങ ചെരിച്ച് കട്ട് ചെയ്തെടുക്കത്തില്ലേ, അതുപോലെ ചെരിച്ച് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ മാങ്ങയുടെ പുളിക്കനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാങ്ങ കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ. നല്ല പുളിയാണെങ്കിൽ നമുക്ക് കുറച്ച് കുറയ്ക്കാം, കാരണം നമ്മൾ ചെമ്മീനാണല്ലോ ഇതിൻ്റെ കൂടെ ഇടുന്നത്. അപ്പോൾ ഭയങ്കര പുളിയായാലും നമുക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ മാങ്ങ അവിടെ ചെത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ചിരകിയത് വേണം. അപ്പോൾ തേങ്ങ നമുക്ക് എത്ര ചേർക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ് കേട്ടോ. ഞാനിവിടെ 1 കപ്പോളം തേങ്ങ ഇപ്പോൾ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ ചെമ്മീൻ നമ്മൾ കഴുകി വെച്ചിട്ടില്ല, ആ ചെമ്മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ ഫ്രൈ ചെയ്തിട്ട് കഴുകുക, അല്ലെങ്കിൽ കഴുകിയിട്ട് ഫ്രൈ ചെയ്യുക. ഞാൻ ഏതായാലും കഴുകിയിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ഡിഷ് തയ്യാറാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു ചട്ടിയിലോട്ട് ആദ്യം തന്നെ നമ്മൾ പൂളി വെച്ചിട്ടുള്ള മാങ്ങ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 15 ചെറിയ ഉള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി അരിഞ്ഞതും 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ എരിവിനനുസരിച്ചിട്ട് കാന്താരിമുളകാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. കാന്താരിമുളക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം, പക്ഷേ കാന്താരിമുളകിനാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു, കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. ഞാൻ ഉപ്പ് കുറച്ച് അധികം ചേർക്കണത് എന്നാന്ന് വെച്ചാൽ ഈ മാങ്ങയ്ക്ക് അത്യാവശ്യം പുളി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഉപ്പ് കൂടാനായിട്ട് പാടാണ്. അപ്പം കുറച്ച് ഉപ്പ് അധികം ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ 1 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മാങ്ങയുടെ ഒപ്പം തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തേക്കുന്നതാണ്. നമുക്ക് മാങ്ങ വെന്ത് കിട്ടാനായിട്ട് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. കണ്ടല്ലോ, അത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തേക്കുന്നത്. കാന്താരി മുളക് നിങ്ങൾ ചേർക്കുമ്പോൾ പൊട്ടിച്ച് ചേർക്കണം കേട്ടോ. കാരണം ഞാനിവിടെ ഇങ്ങനെ ചേർത്തേക്കണം എന്നാന്ന് വെച്ചാൽ പിള്ളേർക്ക് കൊടുക്കാനുള്ളത് കൊണ്ട്. അപ്പോൾ അവർക്ക് ഭയങ്കര എരിവായിരിക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ കൊടുക്കാത്തത്. മുഴുവനാകുമ്പോൾ അവർക്ക് മാറ്റി വെക്കാനൊക്കെ എളുപ്പമാണല്ലോ. അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ അത് നന്നായിട്ട് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഒരു കപ്പ് തേങ്ങ ഞാൻ ചിരകി എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അത് നമുക്ക് മിക്സിഡ് ജാറിലിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം. അപ്പോൾ വേണമെങ്കിൽ ഈ ഒരു തേങ്ങയുടെ ഒപ്പം തന്നെ ആ ഒരു കാന്താരി മുളകും കൂടെ ചേർത്തിട്ട് ഒന്ന് ഒതുക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കാന്താരി മുളക് ഓൾറെഡി നേരത്തെ ചേർത്തേക്കണോണ്ടാണ്. അപ്പോൾ വലിയ ആൾക്കാർക്ക് ആ ഒരു കാന്താരി മുളകും കൂട്ടി എന്താ പറയുക കഴിക്കാമല്ലോ. പിള്ളേർക്ക് വേണമെങ്കിൽ മാറ്റി വെക്കുകയും ചെയ്യാം. അതിനാണ് ഞാൻ ഇങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതേ ഇവിടെ മാങ്ങയും ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ചട്ടി ആയതുകൊണ്ട് തന്നെ ശരിക്കും വെള്ളം വറ്റണമെന്നൊന്നുമില്ല, വെള്ളം സാവകാശം വറ്റിക്കോളും. നമ്മൾ ഒതുക്കി വെച്ചിട്ടുള്ള തേങ്ങ ഞാൻ ഇവിടെ മാങ്ങയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ. ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് വേഗത്തിൽ കിട്ടുകയും എന്താ പറയുക, പെട്ടെന്ന് നമുക്ക് ഉച്ചയൂണിനൊക്കെ ഭയങ്കര ബെസ്റ്റായിട്ടുള്ളൊരു കറിയാണ്. ഇതിൻ്റെ ഒപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒഴിച്ചുകറിയും ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ കഴിക്കാം. ഇത് മാത്രം കൂട്ടിയിട്ട് നമുക്ക് ചോറ് കഴിക്കാം. പ്രത്യേകിച്ച് നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ഏറ്റവും അവസാനമായിട്ട് നമുക്കിതിൻ്റെ മുകളിലൂടെ പച്ച വെളിച്ചെണ്ണ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം.
എന്നിട്ട് നമുക്ക് കഴിക്കുന്നതിന് മുന്നേ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി. അപ്പോൾ നമ്മുടെ നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മാങ്ങ ചെമ്മീൻ പീര വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാണ് കേട്ടോ, ടേസ്റ്റ് ചെയ്ത് നോക്കാണ് ഇതെങ്ങനെയുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു ഒഴിച്ചു കറിയും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ സൂപ്പറായേനെ. പക്ഷേ ഇങ്ങനെ തന്നെ നമുക്ക് നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കി, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് ഇത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.